ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2ാം ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർഗോഡ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148ഓളം ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും.
ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള ഓഗസ്റ്റ് 10 മുതൽ 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മേളയോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ശക്തമായ മഴയിൽ അടിമാലി ടൗണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.